വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഈ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഖത്തർ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നടക്കുന്നത് ദോഹയിൽ നമ്മുടെ അൽബിദ പാർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഖത്തർ എക്സ്പോ 2023 നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം മാർച്ച് 28 വരെ ഉണ്ടാവും, 2024 മാർച്ച് 28 വരെ ഉണ്ടാവും എന്നാണ് നെറ്റിലൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങളിത് കാണാനായിട്ട് പോവാണ്. അപ്പോൾ അതേ നമ്മൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ആണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഒരു സ്റ്റെയർ ഉണ്ടാവും, അതുവഴിയാണ് നമ്മൾ എക്സ്പോ കാണാനായിട്ട് അൽബിദ പാർക്കിനുള്ളിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ ദേ ഈ കാണുന്നത് വഴിയാണ് നമ്മുടെ എൻട്രൻസ് വന്നിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് ഫ്രീ ആണ്, കാശ് കൊടുത്ത് എടുക്കേണ്ടതായിട്ടില്ല കേട്ടോ. അപ്പോൾ ഫ്രീ എൻട്രൻസ് ആണ് ഉള്ളത്. അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതേ ഞങ്ങൾ നടന്ന് ഉള്ളിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ ഈ ഒരു ഖത്തർ എക്സ്പോയുടെ തീം എന്ന് പറയുന്നത് ഗ്രീൻ ഡെസേർട്ട് ബെറ്റർ എൻവയോൺമെൻറ്റ് എന്നുള്ളൊരു തീമാണ്. അപ്പോൾ അതായത് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹോർട്ടിക്കൾച്ചറിനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് ഗാർഡനിങ് ആണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗാർഡനിങ് ആണ്. അതായത് പ്ലാന്റ്സ് നമ്മൾ വെച്ച് പിടിപ്പിക്കുക, അതാണ് കൂടുതൽ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നതും എക്സിബിറ്റ് ചെയ്യുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഗാർഡനിങ് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ടാകും. എഡിബിൾ പ്ലാന്റ്സ് ഉണ്ടാകും, മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടാകും, എസ്തെറ്റിക്സിന് നമ്മൾ വീടുകളിൽ ഡെക്കറേഷൻ വയ്ക്കുന്ന പ്ലാന്റ്സ്, അങ്ങനെ പലതരം ഉണ്ടാകും. അപ്പം ഹോർട്ടിക്കൾച്ചർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യത്തെ എക്സ്പോ ഇവർ എക്സിബിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒരു പച്ചപ്പ് ഉണ്ടാവട്ടെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിത് ഡേ ടൈമിൽ നൈറ്റിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് രീതിയിലുള്ളൊരു ഭംഗി തന്നെയായിരുന്നു. അപ്പോൾ ദേ അടുത്തൊരു അടിപൊളി സംഭവം കാണിച്ചിട്ട് കേട്ടോ. അതേ ഇതാണ്, ഇത് കണ്ടോ നമ്മുടെ ഖത്തറിൻ്റെ ഫ്ലാഗ് ഒരു ഗാർഡൻ രീതിയിൽ ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു, നേരിട്ട് കാണാൻ എനിക്കും ഫോട്ടോസ് എടുക്കാനായിട്ടൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഇതിപ്പോൾ വീഡിയോയിൽ എത്രത്തോളം അറിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ദുബായ് എക്സ്പോയൊക്കെ പോലെ തന്നെ ഇവിടെ പല കൺട്രീസിൻ്റെയും പവിലിയൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ കണ്ടത് അസർബൈജാൻ്റെ പവിലിയനാണ്. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. കാരണം എല്ലാ പവിലിയൻസിനുള്ളിലും ആ ഒരു ഗാർഡനിങ് എന്നുള്ള ഒരു തീം വളരെ എവിഡൻ്റ് ആയിട്ട് തന്നെ അവർ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ലൊരു എസ്തെറ്റിക് വിഷ്വൽസ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പിന്നെ ഓരോ കൺട്രിയുടെ പവിലിയൻസിൽ അവരുടേതായിട്ടുള്ള ഒരു കൾച്ചറൽ ഹെറിറ്റേജും ട്രഡീഷൻസും എല്ലാം ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നോക്കിക്കേ, ഒരു ബൾബിൽ ചെയ്തിരിക്കുന്ന ഷീപ്പ്. ഇത് യമൻ്റെ പവലിയനാണ്. ഇത് നോക്കിക്കേ, എന്താ ഭംഗിയില്ലേ കാണാനായിട്ട്. ഇത് നമ്മുടെ തുർക്കി മെനിസ്ഥാനാണ് കേട്ടോ. അതായത് തുർക്കി കൺട്രീസിലൊന്നാണ് ഈ തുർക്കി മെനിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പവലിയനാണ്. ഇതിൻ്റെ ഉള്ളിലൊന്നും കയറിയിട്ടില്ല, പക്ഷേ ഇതിൻ്റെ പുറത്ത് ചെയ്തേക്കുന്ന ആ ഒരു ഗാർഡൻ സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഒത്തിരി നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കാനായിട്ട് സൂപ്പർ സ്പോട്ട്സ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിത് താൻസാനിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. താൻസാനിയ എന്ന് കേൾക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കിളിമഞ്ചാരോ സോങ് എടുത്ത സ്ഥലമില്ലേ, അതാണ് താൻസാനിയ കേട്ടോ. അപ്പോൾ അതേ ഒരു പൂച്ചയുണ്ട്. നമുക്കാണെങ്കിൽ പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെയാണെങ്കിൽ പൂച്ചകൾ ഒത്തിരി ഉണ്ട് താനും. അപ്പോൾ അതേ നമ്മൾ ക്യൂബയിൽ എത്തിക്കുകയാണ് കേട്ടോ.
ക്യൂബയിൽ അവരുടേതായ ആ ഒരു ട്രഡീഷൻസും കാര്യങ്ങളൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ ആ ഒരു ചെഗ്വരയുടെ സംഭവങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കറൻസിയാണിത്. അപ്പോൾ ക്യൂബയുടെ ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള സോങ്സും കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഈ വീഡിയോയിൽ അത് കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടും കേട്ടും ഇങ്ങനെ എക്സിബിഷൻ കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഓരോ പവലിയനിൽ കയറുമ്പോഴും അതിൻ്റേതായ രീതിയിലുള്ള എല്ലാ രീതിയിലിപ്പം സോങ്സ് ആയാലും അതുപോലെ തന്നെ അവിടെ എക്സിബിറ്റ് ചെയ്യുന്ന രീതികളായാലും ഒക്കെ ആ ഒരു തനതായ രീതി തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ നമ്മുടെ ക്യൂബയുടെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് കുറച്ചധികം നടക്കാനുണ്ട്. അപ്പോൾ നടന്നു പോകുന്ന വഴി തന്നെ കാണാനായിട്ട് അടിപൊളിയാണ്. അതുപോലെ തന്നെ നല്ല ഫോട്ടോജനിക് ആയിട്ടുള്ള സ്പോട്ട് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ വെച്ച് നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഈ കാണുന്ന വെയിലാണെങ്കിൽ ഒട്ടും തന്നെ ചൂടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് നടന്ന് കാണാനൊക്കെ നല്ല കംഫർട്ടബിളാണ്. കൂടെ തന്നെ നല്ലൊരു കൂൾ ബ്രീസും ഉണ്ടാവും കേട്ടോ. കാരണം അറിയാമല്ലോ, ഡിസംബറിൽ ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ടാവും. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ഒരു നൈറ്റ് ടൈം വിഷ്വൽസും കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നൈറ്റ് ടൈമിൽ ഈ ഒരു എക്സ്പോയിലേക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 2 പ്രാവശ്യമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് ഡേയും ഒന്ന് നൈറ്റും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ടിനും രണ്ടിൻ്റേതായ രീതിയിലുള്ള ഭംഗി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സൂപ്പറായിരുന്നു. ഇത് ഞാൻ കുറച്ച് ഫോർവേഡ് ചെയ്ത സ്പീഡിന് ഫാസ്റ്റാക്കി ഇട്ടേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഓരോരോ ആ ഒരു കൂടാരന്മാർ കണ്ടില്ലേ, അതിനകത്ത് നമുക്ക് ഇതുപോലെ കയറി ഇരിക്കുകയോ കിടക്കുകയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇതുപോലത്തെ വിഷ്വൽസ് കാണാനായിട്ട് പറ്റും. ഒരു ചെറിയൊരു 3D രീതിയിലാണ്, പക്ഷെ 3D അല്ല, പക്ഷെ ഇതിനും കണ്ടിങ്ങനെ ഇരിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ഇങ്ങനെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നൈറ്റ് ടൈമിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എക്സ്പോ കാണാൻ വരുന്നവർ എന്തായാലും ഇത് മിസ് ചെയ്യില്ല കേട്ടോ, എന്തായാലും ഇത് കയറി കാണണം കേട്ടോ. ഇത് നമ്മുടെ ഖത്തർ, നമ്മുടെ ദോഹ സിറ്റീസൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ഒരു ഇതായിരുന്നു. ഇത് നേരിൽ കാണാനായിട്ട് സൂപ്പറായിരുന്നു. ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഏകദേശം ഈ ഒരു ഭാഗങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ നൈറ്റ് ടൈമിൽ കണ്ടിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഡേ ആണ്. അപ്പോൾ നമുക്കിനി ബാക്ക് ടു നമ്മുടെ സ്റ്റോറിയിലേക്ക് വരാം. അപ്പോൾ ഇത് നമ്മുടെ ജപ്പാൻ്റെ പവലിയനാണ്. ജപ്പാൻ്റെ പവലിയനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് സൂപ്പറായിരുന്നു. ഏറ്റവും കൂടുതൽ ഭംഗിയുണ്ടായിരുന്നത് നമ്മുടെ ഈ ഒരു ജപ്പാൻ പവലിയൻ കാണാനായിരുന്നു. അത്രയും നല്ല അടിപൊളിയായിട്ടായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളത് ജപ്പാനിൽ നിന്ന് ഇറങ്ങി നേരെ ഇന്ന് സൗദി അറേബ്യയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി സൗദി അറേബ്യയുടെ പവലിയൻ കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ എൻട്രൻസിൽ വരുന്നത് സൗദി മൗണ്ടൈൻ ഗാലറിയാണ്. അതായത് നമ്മുടെ ഈ മൗണ്ടെയ്ൻസിൻ്റെ ഒരു പലതരത്തിലുള്ള മൗണ്ടെയ്ൻസിൻ്റെ ഇതൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലുണ്ടാവും. അതിങ്ങനെ കണ്ടിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നല്ല ഭംഗിയായിരുന്നു. ആ ഒരു വാട്ടർ ഫൗണ്ടെയിൻ, ഒരു വാട്ടർഫോൾ പോലത്തെ സംഭവം കണ്ടോ, അത് അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അത് സൂപ്പറായിരുന്നു. അത് അധികം നേരം എന്നാൽ വീഡിയോ എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് ഇതാണ് സംഭവം. എന്നിട്ട് നമ്മൾ പവലിയനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ഏറ്റവും കൂടുതലും അട്രാക്റ്റീവായിട്ടും കോമൺ ആയിട്ട് വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ വിഷ്വൽസ് കാണിക്കുന്ന ഒത്തിരി സ്ഥലങ്ങളാണ്. അപ്പോൾ ഇത് അടിപൊളിയാണ് കാണാനായിട്ടും വീഡിയോസ് എടുക്കാനായിട്ടൊക്കെ സൂപ്പറാണ്.
അങ്ങനെ ഞങ്ങളിതേ ഇറങ്ങിയപ്പോഴേക്കും നമുക്കിതുപോലെ 2 പെന്ന് തന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു രസകരമായ കൗതുകകരമായ ഒരു സംഭവമായിരുന്നു. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു പെന്ന് തന്നു. അന്ന് എഴുതിയൊന്നും നോക്കിയില്ല, അത് കണ്ടപ്പോഴേക്കും നല്ല രസമുണ്ട്. അതൊരു വുഡൻ പോലത്തെ ഒരു പെന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ കയറുന്നത് നമ്മുടെ ഖത്തറിൻ്റെ പവലിയനിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഖത്തറിൻ്റെ പവലിയൻ കണ്ടാലോ. അപ്പോൾ ഇവിടെയാണ് അവർ ഏറ്റവും കൂടുതൽ ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എവിടെയും കണ്ടില്ലേ ആ ഒരു വിഷ്വൽ സംഭവങ്ങൾ, ആ ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് എല്ലാ പവലിയൻസിനുള്ളിലും കിട്ടും. പ്രത്യേകിച്ച് ഇത് ഡേ ടൈമിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഖത്തർ പവലിയനിലുള്ളിലേക്ക് കിടക്കാമല്ലോ. പിന്നെ ഈ കാണുന്ന ഈ ഒരു ഗാർഡൻ കാണാൻ അടിപൊളിയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പല തരത്തിലുള്ള പ്ലാന്റ്സ് വെച്ചിട്ടുള്ള ഈ ഒരു ഗാർഡൻ കാണാൻ സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നത് നമ്മുടെ പെർമാകൾച്ചർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ് കേട്ടോ. പെർമാകൾച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ സോയിലിൽ കാർബണിൻ്റെ അളവ് റീറ്റെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതായത് കവർ ക്രോപ്പിംഗ്, പിന്നെ വാട്ടർ കൺസർവേഷൻ, അങ്ങനെ പല ടെക്നോളജി വഴി നമ്മുടെ സോയിലിൽ ഒരു കാർബൺ റിസോഴ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാർബൺ എന്ന് പറയുമ്പോൾ ന്യൂട്രിയൻ്റ് അല്ലേ. അപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ ആയാലും ഗാർഡനിങ് പ്ലാന്റിംഗ് ഒക്കെ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോജക്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ അത് വായിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അല്ലേ പെർമാകൾച്ചർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ എനിക്ക് വായിച്ചപ്പോൾ അങ്ങനെ ഒരു ഐഡിയയാണ് കിട്ടിയത്. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ഇറങ്ങുകയാണ്. അപ്പം നമ്മൾ നൈറ്റും ഡേയും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേ ടൈമാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത്. അപ്പോൾ നമുക്ക് ആ പവലിയൻസും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കയറി നന്നായിട്ട് കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റുമല്ലോ. പക്ഷേ നൈറ്റിലാണെങ്കിൽ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടിൻ്റേതായ രീതിയിലുള്ള ഭംഗിയുണ്ട് കേട്ടോ, ഇല്ലയെന്ന് പറയുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.